91-ാമത്തെ പേജിലെ 1-ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? √2 + 1 × √2 - 1 എത്രയാണെന്ന് പ്രൂവ് ചെയ്യണം? 1 ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കിയാലോ. √2 + 1 × √2 - 1 ഇത് നമ്മൾ പഠിച്ച ഏതെങ്കിലും ഇക്വേഷന്റെ ഫോമിലാണോ കിടക്കുന്നത്? √2 + 1 അല്ലേ ഇതിനകത്തോ √2 - 1, അതായത് a + b × a - b ഈ ഫോമിലാണ് കിടക്കുന്നത്. നോക്കിക്കേ, a + b × a - b ശരിയാണല്ലേ? എയുടെ സ്ഥാനത്ത് ഇവിടെ √2 ആണ്, ബിയുടെ സ്ഥാനത്ത് 1 ആണ് അല്ലേ? √2 + 1 × √2 - 1. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എക്സ്പാൻഷൻ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു a + b × a - b എത്രയാണ്? a² - b² എന്ന് എഴുതാം അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഇതും എഴുതത്തില്ലേ? അപ്പം √2 + 1 × √2 - 1 എയുടെ സ്ഥാനത്ത് √2 ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? √2ന്റെ സ്ക്വയർ അല്ലേ? √2ന്റെ സ്ക്വയർ അതായത് a² ദെൻ മൈനസ് ഇനി b² അല്ലേ? ബിയുടെ സ്ഥാനത്ത് ഏതാണ്? 1 ആണ് അല്ലേ? സോ 1ന്റെ സ്ക്വയർ ഇങ്ങനെ എഴുതത്തില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു √2ന്റെ സ്ക്വയർ എത്രയാ? 2ന്റെ റൂട്ട് എടുക്കുക, അതിന്റെ സ്ക്വയർ എടുക്കുക, നേരെ ഓപ്പോസിറ്റ് അല്ലേ? അതായത് റൂട്ടും സ്ക്വയറും നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ് അല്ലേ? അതുകൊണ്ട് അത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? 2 ആണല്ലേ ആൻസർ കിട്ടുന്നത്? 2. അതായത് റൂട്ട് എടുക്കുന്നതും സ്ക്വയർ എടുക്കുന്നതും നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളാണ്. ആ ഓപ്പോസിറ്റ് കാര്യങ്ങൾ രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് 2 എന്ന ആൻസർ കിട്ടും. സോ 2 - 1ന്റെ സ്ക്വയർ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 1 കിട്ടും അല്ലേ? അതല്ലേ നമ്മളോട് ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? √2 + 1 × √2 - 1 എത്ര ആൻസർ വന്നിരിക്കുന്നത്? 1 ആണ് ആൻസർ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്നാ? 1/√2 - 1 ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 2 ഡെസിമൽ പ്ലേസ് വെച്ച് വേണം നമ്മൾ ഈ ചോദ്യം ചെയ്യാനായിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. 1-ാമത്തെ ക്വസ്റ്റ്യൻ 1/√2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ ഡിനോമിനേറ്ററിൽ കൊടുത്തിരിക്കുന്ന ഏതാണ്? √2 - 1 ആണ് അല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഡിനോമിനേറ്ററിൽ ഒരിക്കലും √2 ഒന്നും വരാൻ പാടില്ല. √2ഓ √3ഓ ഇറാഷണൽ നമ്പേഴ്സ് ഒന്നും എവിടെ വരാൻ പാടില്ല? ഡിനോമിനേറ്ററിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? ആ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ആ √2നെ മാറ്റും അല്ലേ? √2 മാത്രം ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു അല്ലേ? നമ്മൾ പഠിച്ചതാണല്ലോ. ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ആ √2 വെച്ച് തന്നെ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഇവിടെ √2 മാത്രമാണോ ഉള്ളത്? അല്ലേ? √2 - 1 ഉണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടിയാണ് നമ്മൾ തൊട്ട് മുമ്പ് ഇത് ചെയ്തത്. അതായത് √2 - 1നെ നമ്മൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന ഇപ്പൊ ഏതാണ്? √2 - 1 അല്ലേ? ഈ √2 - 1നെ √2 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് ഇല്ലാത്ത ഒരു ആൻസർ കിട്ടും അല്ലേ? അതായത് നമ്മുടെ ഈ ഡിനോമിനേറ്ററിനെ √2 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്ത് കിട്ടും? ആ റൂട്ട് ഇല്ലാത്ത ഒരു ആൻസർ കിട്ടും അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് √2 - 1 ആണ്. ആ √2 - 1നെ √2 - 1നെ √2 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇൻറ്റു √2 + 1. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ഡിനോമിനേറ്ററിലെ റൂട്ട് മാറിപ്പോകും അല്ലേ? അപ്പൊ ഇവിടെ ഡിനോമിനേറ്ററിനെ √2 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുകൊണ്ട് ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? സോ ഇൻറ്റു √2 + 1. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, ഏത് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇവിടെ √2 - 1 ആണ്, ഇവിടെയോ +1 ആയിട്ട് മാറി. അപ്പൊ നേരെ ഓപ്പോസിറ്റ് സൈൻ വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോഴാണ് ഏത് ഫോമിൽ എത്തുള്ളൂ? a + b × a - b എന്ന ഫോമിൽ എത്തത്തുള്ളൂ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? 1 × √2 + 1 √2 + 1 അല്ലേ? √2 + 1 ഡിവൈഡഡ് ബൈ അടുത്ത് √2 - 1 × √2 + 1 അത് നമ്മൾ ഇവിടെ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഇത് a - b × a + b എന്ന ഫോമിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് a² - b² ചെയ്താൽ മതി അല്ലേ? അതായത് √2ന്റെ സ്ക്വയർ √2ന്റെ സ്ക്വയർ മൈനസ് ദെൻ b² ആണ്, അതായത് 1ന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു √2 + 1 ഡിവൈഡഡ് ബൈ √2ന്റെ സ്ക്വയർ. റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് 2 കിട്ടും. 2 - 1ന്റെ സ്ക്വയർ 1 തന്നെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു √2 + 1 ഡിവൈഡഡ് ബൈ 2 - 1 1 എന്ന് കിട്ടും അല്ലേ? ഇനി ഇത് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. √2 + 1 ഡിവൈഡ് ബൈ 1 നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? അപ്പൊ √2 + 1 √2ന്റെ വാല്യൂ കൊടുക്കണം അല്ലേ? √2ന്റെ വാല്യൂ എത്രയാണ്? നമ്മളോട് 2 ഡെസിമൽ പ്ലേസ് വെച്ച് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് അല്ലേ?
അതുകൊണ്ട് √2 വാല്യൂ സെന്റിമീറ്റർ സഹിതമുള്ള വാല്യൂ ഏതാണ്? √2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.41 പ്ലസ് 1 ചെയ്താൽ മതിയല്ലോ. ഡിവൈഡഡ് ബൈ 1 നോക്കേണ്ട ആവശ്യമില്ല. അതായത് 1.41 പ്ലസ് 1 ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര ആൻസർ കിട്ടും? 1.41 പ്ലസ് 1 2.41 എന്ന ആൻസർ കിട്ടും അല്ലേ? അതായത് 1/√2 - 1ന്റെ വാല്യൂ എത്രയായിട്ട് കിട്ടി? 2.41 ആയിട്ട് കിട്ടി. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്നാ? 1/√2 പ്ലസ് 1 ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? 1/√2 പ്ലസ് 1 ഇതും ആ രീതിയിൽ തന്നെയല്ലേ ചെയ്യണ്ടേ? ഡിനോമിനേറ്ററിൽ ഇതേ റൂട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തോണം? ഡിനോമിനേറ്ററിൽ നിന്ന് റൂട്ട് കളഞ്ഞോണം അല്ലേ? ഇവിടെ √2 പ്ലസ് 1 ആണ് ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത്, √2 മാത്രമല്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ കളയാൻ പറ്റുള്ളൂ? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന ഫോമിൽ ആക്കിയിട്ട് മാത്രമേ കളയാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇവിടെ a പ്ലസ് ബി എന്ന ഫോമില അല്ലെ, √2 പ്ലസ് 1 എന്ന് പറയുന്ന ഫോമിലാണ്. അതുകൊണ്ട് ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നേരെ ഓപ്പോസിറ്റ്, അതായത് √2 മൈനസ് 1 കൊണ്ടാണ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അതായത് ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഇൻറ്റു √2 മൈനസ് 1 നേരെ ഓപ്പോസിറ്റ് അല്ലേ, ഡിവൈഡഡ് ബൈ √2 പ്ലസ് 1 അവിടെ തന്നെ ഇൻറ്റു √2 മൈനസ് 1. അപ്പോൾ ഓർക്കുക, നേരെ ഓപ്പോസിറ്റ് സൈൻ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. √2 പ്ലസ് 1 ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് √2 മൈനസ് 1 ആണ് യൂസ് ചെയ്യേണ്ടത്. എന്നാലേ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബിയിലേക്ക് എത്തുള്ളൂ. അപ്പൊ ഇവിടെ √2 മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ന്യൂമറേറ്ററിലും അതേപോലെ തന്നെ √2 മൈനസ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ എന്താകും? √2 മൈനസ് 1 ആകും, ഡിവൈഡഡ് ബൈ ഇവിടെ ഏത് ഫോമിലാണ്? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന ഫോമിലല്ലേ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? a² മൈനസ് b². അപ്പൊ a², എയുടെ സ്ഥാനത്ത് √2 ആണ്, അതായത് √2ന്റെ സ്ക്വയർ മൈനസ് ബിയുടെ സ്ഥാനത്ത് 1 ആണ് അല്ലേ, 1ന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു √2 മൈനസ് 1 ഡിവൈഡഡ് ബൈ √2ന്റെ സ്ക്വയർ. റൂട്ടും സ്ക്വയറും തമ്മിൽ ക്യാൻസൽ ആയി പോകും അല്ലേ, അത് കാരണം 2 മൈനസ് 1ന്റെ സ്ക്വയർ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു √2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 മൈനസ് 1 എന്ന് കിട്ടും അല്ലേ. ഇനി എന്ത് ചെയ്യുക? √2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 ഡെസിമൽ പ്ലേസ് ആണ് നമ്മളോട് എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് √2ന്റെ വാല്യൂ ഏതാണ്? 1.41 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഡിനോമിനേറ്ററിൽ നമ്മൾ 1 എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1.41ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വരും? 0.41 എന്ന് കിട്ടും അല്ലേ. അതായത് 1/√2 പ്ലസ് 1, അതിന്റെ ആൻസർ എത്രയായിട്ട് കിട്ടും? 0.41 ആയിട്ട് കിട്ടും. 91ാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ഈ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താ തന്നിരിക്കുന്നത്? ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് തന്നിരിക്കുന്നത്. ഹൈറ്റ് 4 സെന്റിമീറ്റർ. ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലേ. അതുകൊണ്ട് നേർ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 റൈറ്റ് ട്രയാങ്കിൾസ് അല്ലേ കിട്ടുന്നത്, മട്ടത്രികോണങ്ങൾ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തില്ലേ? ഈ സൈഡുകളെല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഞാൻ ഓരോ സൈഡും 2x ആയിട്ട് എടുത്തെന്ന് വിചാരിക്കുക. ഈ സൈഡ് 2x യൂണിറ്റ് ആണ്, ഈ സൈഡോ അതും 2x ആണ്, ഇവിടെയും 2x ആണ്. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹൈറ്റ് ഡിവൈഡ് ചെയ്യുന്നത് നേർ പകുതി വെച്ചാണ് അല്ലേ. അതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് എത്രയാണ്? ഈ ഒരു ലെങ്ത് ഹാഫ് ആയിരിക്കും അല്ലേ, അതായത് ഇത് x ആയിരിക്കും. ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം അല്ലേ. എന്തായിരുന്നു പൈതഗോറസ് തിയറം? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിനിസിന്റെ സ്ക്വയർ. അതിലായിരുന്നു പൈതഗോറസ് തിയറം. ആ പൈതഗോറസ് തിയറത്തിൽ നിന്ന് നമുക്ക് ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ഹൈറ്റ് ഹൈപ്പോട്ടിനിസിന്റെ സ്ക്വയറിൽ നിന്ന് ബേസിന്റെ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്താൽ പോരെ. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? ഹൈപ്പോട്ടിനിസിന്റെ സ്ക്വയർ 2x ആണ് നമ്മൾ ഹൈപ്പോട്ടിനിസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതായത് 2xന്റെ സ്ക്വയർ മൈനസ് ബേസ് എത്രയാണ്? ഇവിടെ നിന്ന് ഇവിടം വരെ ഉള്ളൂ അല്ലേ, അതായത് x. ബേസിന്റെ സ്ക്വയർ എക്സിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റിന്റെ സ്ക്വയർ അല്ലേ. ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 4 സെന്റിമീറ്റർ. അതുകൊണ്ട് നമുക്ക് ഹൈറ്റിന്റെ സ്ക്വയർ ആയിട്ട് എത്ര വരും? 4ന്റെ സ്ക്വയർ. ഇനി ഇത് എത്രയാണ്? 2x ഹോൾ സ്ക്വയർ. ഈ സ്ക്വയർ 2നും കൊടുക്കണം, എക്സിനും കൊടുക്കണം അല്ലേ. അതായത് 2ന്റെ സ്ക്വയർ 4, അതായത് 4x² എന്ന് കിട്ടും അല്ലേ. ഈ സ്ക്വയർ 2നും കൂടെ ഉള്ളതാണ്, അതുകൊണ്ട് 2നും കൊടുക്കണം, എക്സിനും കൊടുക്കണം. ദെൻ മൈനസ് x² ദാറ്റ് ഈസ് ഈക്വൽ ടു 4² 16 എന്ന് കിട്ടും അല്ലേ. 4x² മൈനസ് x²ഓ ഇത് 2 x² ടൈം അല്ലേ. അതുകൊണ്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അതുകൊണ്ട് നമുക്ക് 3x² എന്ന് കിട്ടും. 3x² ദാറ്റ് ഈസ് ഈക്വൽ ടു 16 എന്ന് കിട്ടും.
ഇനി ഇതിനകത്തുനിന്ന് എക്സ് സ്ക്വയർ എത്രയാണെന്ന് കണ്ടുപിടിച്ചേ. 3 ഈ സൈഡിൽ കൊണ്ടുവന്നാൽ പോരെ. എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 3. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയായിരിക്കും? സ്ക്വയർ റൂട്ട് കണ്ടുപിടിച്ചാൽ പോരെ. അതായത് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16 ഡിവൈഡഡ് ബൈ 3. ഈ സൈഡ് ടോട്ടലാണ് നമുക്ക് സ്ക്വയർ റൂട്ട് കാണേണ്ടത്. അതുകൊണ്ട് സ്ക്വയർ റൂട്ടിനകത്ത് 16/3 എഴുതുക. ഇനി ഇതൊരു ഫ്രാക്ഷന്റെ സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ന്യൂമറേറ്ററിന്റെ റൂട്ട് കാണണം, ഡിനോമിനേറ്ററിന്റെ റൂട്ട് കാണണം അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 16 ഡിവൈഡഡ് ബൈ റൂട്ട് 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 16ന്റെ റൂട്ട് എത്രയാണ്? 4 ആണ് അല്ലേ. 4 ഡിവൈഡഡ് ബൈ റൂട്ട് 3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് എക്സിന്റെ വാല്യൂ ഏതായിട്ട് കിട്ടി? എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ റൂട്ട് 3 ആയിട്ട് കിട്ടി അല്ലേ. ഇനി ഈ ഫ്രാക്ഷൻ നമുക്ക് ചെയ്യാൻ അറിയാവോ? ഇല്ലല്ലോ. കാരണം എന്നാ? നമ്മുടെ ഡിനോമിനേറ്ററിൽ ഒരു റൂട്ട് വന്ന് കിടപ്പുണ്ട്. ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിൽ ഒരിക്കലും ഒരു റൂട്ട് വരാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെ റൂട്ട് മാറ്റുന്നത്? ഒരു റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ റൂട്ട് 3. അതിനെ എന്ത് ചെയ്യണം? ഒരു റൂട്ട് 3 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇൻറ്റു റൂട്ട് 3, ഇവിടെയും ഇൻറ്റു റൂട്ട് 3. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടും? 4 ഇൻറ്റു റൂട്ട് 3. 4 റൂട്ട് 3 ഡിവൈഡഡ് ബൈ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3. റൂട്ട് 3യുടെ സ്ക്വയർ വരും അല്ലേ. അതിനുശേഷം ആ റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3 കിട്ടും അല്ലേ. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3. ഇപ്പത്തെ ഡിനോമിനേറ്ററിൽ നിന്ന് റൂട്ട് മാറിപ്പോയില്ലേ. ഇനി എന്ത് ചെയ്യണം? റൂട്ട് 3യുടെ ഡെസിമൽ വാല്യൂ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം അല്ലേ. ഇവിടെ നമ്മളൊരു ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് മില്ലിമീറ്റർ വരെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതുകൊണ്ട് റൂട്ട് 3യുടെ ഏത് വാല്യൂ ആയിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്? 3 ഡെസിമൽ പ്ലേസ് ഉള്ള വാല്യൂ അപ്ലൈ ചെയ്യണം അല്ലേ. സോ എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു റൂട്ട് 3യുടെ വാല്യൂ 1.732 മില്ലിമീറ്റർ സഹിതമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് 3 ഡെസിമൽ പ്ലേസ് വെച്ച് വേണം നമ്മൾ റൂട്ട് 3യുടെ വാല്യൂ എഴുതാനായിട്ട്. ഡിവൈഡഡ് ബൈ ഏതാണ്? 3 കൂടെ ഉണ്ടല്ലോ, 3. ഇനി ഇതൊന്ന് ചെയ്തേ. ആദ്യം എന്ത് ചെയ്യണം? 1.732നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതായത് 1732 ഇൻറ്റു 4. 4 2 8, 3 12, അതിന് 2, 4 7 28 ഒന്നും 29 അല്ലേ. അതുകൊണ്ട് 9, ഒരു 4 4, 4 2 6. എത്ര കിട്ടും? 6928 എന്ന് കിട്ടും. എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടായിരുന്നു? 3 ഡെസിമൽ പ്ലേസ് ഉണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് നമുക്ക് ന്യൂമറേറ്റർ എത്രയായിട്ട് കിട്ടും? 6.928 എന്ന് കിട്ടും. 3 ഡെസിമൽ പ്ലേസ് ആണ് നമ്മുടെ ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. അത് കാരണം നമ്മുടെ ആൻസറിനും 3 ഡെസിമൽ പ്ലേസ് 6.928 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും അല്ലേ. ഇനി എന്ത് ചെയ്യണം? ഇതൊന്ന് ഡിവൈഡ് ചെയ്യണം. 6.928 ഡിവൈഡഡ് ബൈ 3. 6-നകത്ത് എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം അല്ലേ. 3 2 6, then 0. അടുത്തതിന് ഡെസിമൽ പ്ലേസ് ആണ് താഴത്തോട്ട് ഇറക്കി എഴുതുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസറിന് ഡെസിമൽ കൊടുക്കണം. ഈ ഡെസിമൽ പ്ലേസ് ഇറക്കി എഴുതിയതുകൊണ്ടാണ് നമ്മൾ മുകളിൽ പോയിന്റ് കൊടുത്തത് കേട്ടോ. ദെൻ 9 എത്ര പ്രാവശ്യം ഉണ്ട്? 3 പ്രാവശ്യം അല്ലേ. 3 9, then 0. ഇനി 2 താഴത്തോട്ട് ഇറക്കി എഴുതി. 2-നകത്തുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് മുകളിൽ 0 കൊടുത്തു. അടുത്ത പ്ലേസ് 8 ഇറക്കി എഴുതി. 28 എത്ര പ്രാവശ്യം ഉണ്ട്? 9 പ്രാവശ്യം അല്ലേ. 9 3 27 ആയതേ ഉള്ളൂ. 27, റിമൈൻഡർ 1. വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം മില്ലിമീറ്റർ വരെ കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് 3 പ്ലേസ് കണ്ടുപിടിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അത് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, 2.309. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി? 2.309 സെന്റിമീറ്റർ എന്ന് ആൻസർ കിട്ടി അല്ലേ. അതായത് എക്സിന്റെ വാല്യൂ നമുക്ക് എത്രയായിട്ട് കിട്ടി? 2.309 സെന്റിമീറ്റർ. എക്സ് എവിടെ തൊട്ട് എവിടം വരെ ആയിരുന്നു? ഇതിന്റെ പകുതി ആയിരുന്നല്ലേ എക്സ്. ഒരു സൈഡ് ആയിട്ട് 2x ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് സൈഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ആണ് സൈഡ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സിന്റെ വാല്യൂ എത്രയാണ്? 2.309. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് ഈ ഡെസിമൽ പ്ലേസിന്റെ ആവശ്യമില്ല അല്ലേ. അതായത് 2309 ഇൻറ്റു 2. 2 ഇൻറ്റു 9 18, ശിഷ്ടം 1. 2 ഇൻറ്റു 0 0, ശിഷ്ടം 1 ഉണ്ടായിരുന്നു അല്ലേ. ദെൻ 2 ഇൻറ്റു 3 6, 2 ഇൻറ്റു 2 4. എത്ര കിട്ടി? 4618. എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ടായിരുന്നു? 3 ഡെസിമൽ പ്ലേസ് ഉണ്ടായിരുന്നു അല്ലേ. അത് കാരണം നമ്മുടെ ആൻസർ എത്രയാണ്? 4.618 സെന്റിമീറ്റർ എന്ന ആൻസർ കിട്ടി. അതായത് ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എത്ര സെന്റിമീറ്റർ ആണ്? 4.618 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് കിട്ടി.
91-ാമത്തെ പേജിലെ 3-ാമത്തെ ക്വസ്റ്റ്യൻ. ഇതിനകത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ വലിയ സ്ക്വയറിന്റെ സൈഡും ഈ നടുക്ക് കിടക്കുന്ന ഈ ചെറിയ സ്ക്വയറിന്റെ സൈഡും തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതിനെന്തൊക്കെ തന്നിരിക്കുന്നത്? ഈ റെഡ് കളറിലുള്ളത് ഇക്വലാറ്റർ ട്രയാങ്കിൾസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സെയിം സൈസിലുള്ള ഇക്വലാറ്റർ ട്രയാങ്കിൾസ് ആണ് തന്നിട്ടുണ്ട് അല്ലേ? അത് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ വലിയ സ്ക്വയറിന്റെ സൈഡും കണ്ടുപിടിക്കണം, ചെറിയ സ്ക്വയറിന്റെ സൈഡും കണ്ടുപിടിക്കണം അല്ലേ? ഞാനിവിടെ ആദ്യം വലിയ സ്ക്വയറിന്റെ സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് പോവാം. നമുക്ക് മെഷർമെന്റുകളൊന്നും തന്നിട്ടില്ല അല്ലേ? പക്ഷെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെന്ന് മാത്രം അറിയാം. അപ്പോൾ ഞാൻ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 2x ആയിട്ട് ഞാൻ എടുക്കുമെന്ന് വിചാരിക്കുക. 2x. ഈ കിടക്കുന്ന എല്ലാ ഇക്വലാറ്റർ ട്രയാങ്കിളും ഈക്വൽ സൈസിലാണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് റെഡ് കളറിലുള്ള ഈ എല്ലാ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെയും ഒരു സൈഡ് എത്രയാണ്? 2x യൂണിറ്റ് ആണ്. ഇനി ഈ വലിയ സ്ക്വയറിന്റെ ഈ ഒരു സൈഡ് ഏതൊക്കെ അളവുകൾ കൂടുന്നതാണെന്ന് നോക്കിക്കേ. ഇവിടെ നിന്ന് ഇവിടം വരെ വരുന്നത് എന്താണ്? ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് അല്ലേ? അതായത് അതിന്റെ ലെങ്ത് എത്രയാണ്? 2x ആണ്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ 2x. ഇനി ബാക്കി ഇത്രയും കൂടെ ഉണ്ടല്ലേ? അതെന്ത് കൂടുന്നതാണെന്ന് നോക്കിക്കേ. ഈ ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് ഈ കിടക്കുന്നത് അല്ലേ? അതായത് ഈ ഹൈറ്റ് വരുമ്പോൾ ഇവിടം വരെ എത്തി. ഇനി അടുത്ത സെയിം ഇക്വലാറ്റർ ട്രയാങ്കിൾ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ ഹൈറ്റ് കൂടെ കൂട്ടിയാൽ പോരെ? ഇവിടെ നിന്ന് ഇവിടം വരെയായി. അതായത് ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ 2 ഹൈറ്റുകൾ കൂടുമ്പോൾ ഇവിടം വരെ എത്തി. ബാക്കിയുള്ളത് ഈ ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു സൈഡ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കൂടി ചേരുന്നതാണ് ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് അല്ലേ? ഇനി അപ്പൊ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് കണ്ടുപിടിച്ചാൽ മതി. ഈ ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കുമല്ലോ. അതായത് ഈ ഹൈറ്റ് ഈക്വലാറ്റർ ട്രയാങ്കിളിനെ 2 റൈറ്റ് ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പൈതഗോറസ് തിയറി യൂസ് ചെയ്യാലോ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറി യൂസ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഹൈപ്പോട്ടിന്യൂസ് അല്ലേ? ഹൈപ്പോട്ടിന്യൂസിന്റെ ലെങ്ത് എത്രയാണ്? 2x തന്നെയാണ്. കാരണം ഈക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡുകളെല്ലാം 2x വീതമാണ് അല്ലേ? അതായത് ഈ ഹൈപ്പോട്ടിന്യൂസ് 2x ആണ്. ഈ ബേസോ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്തോ x ആയിട്ട് നമുക്ക് എടുക്കാം അല്ലെ? ടോട്ടൽ ലെങ്ത് 2x ആണ്, അതിന്റെ പകുതിയാണ്, അതായത് x. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാലോ. ഹൈറ്റിന്റെ സ്ക്വയർ എത്രയാണ്? ഹൈറ്റിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയർ മൈനസ്, അതായത് 2xന്റെ സ്ക്വയർ മൈനസ് ബേസിന്റെ സ്ക്വയർ അല്ലെ? എക്സിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2xന്റെ സ്ക്വയർ അത് ഹോൾ സ്ക്വയർ ആണ് അല്ലെ? അതായത് 2ന് സ്ക്വയർ കൊടുക്കണം, എക്സിന് സ്ക്വയർ കൊടുക്കണം. 2ന് സ്ക്വയർ എടുക്കുമ്പോൾ 2ന്റെ സ്ക്വയർ 4 കിട്ടും അല്ലെ? 4x സ്ക്വയർ എന്ന് കിട്ടും. ദെൻ മൈനസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എക്സ് സ്ക്വയറിന്റെ ടൈം ആണ്, ഇതും എക്സ് സ്ക്വയറിന്റെ ടൈം ആണ് അല്ലെ? അതുകൊണ്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 4x സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ കുറച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 3x സ്ക്വയർ. 3x സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയായിരിക്കും? ഹൈറ്റിന്റെ സ്ക്വയർ ആണ് 3x സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഹൈറ്റോ 3x സ്ക്വയറിന്റെ റൂട്ട് അല്ലെ? അതായത് 3ക്കും റൂട്ട് കൊടുക്കണം, എക്സ് സ്ക്വയറിന് റൂട്ട് കൊടുക്കണം. 3ക്ക് റൂട്ട് കൊടുക്കുമ്പോൾ √3 എന്ന് കിട്ടും. എക്സ് സ്ക്വയറിന് റൂട്ട് കൊടുക്കുമ്പോഴോ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോകും അല്ലെ? അതുകൊണ്ട് x എന്ന് കിട്ടും. നമുക്ക് എത്ര കിട്ടും? √3x എന്ന് കിട്ടും. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് എത്രയാണ്? അല്ലെങ്കിൽ ഹൈറ്റ് എത്രയാണ്? √3x എന്ന് കിട്ടും അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ ഹൈറ്റ് തന്നെയല്ലേ ഇവിടെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ സൈഡ് എത്രയായിരിക്കും? ഈ സ്ക്വയറിന്റെ, ഈ വലിയ സ്ക്വയറിന്റെ ടോട്ടൽ ലെങ്ത് സൈഡ് ഓഫ് ലാർജ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഏതൊക്കെ കൂടുന്നതാണ്? ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു ഹൈറ്റ് അല്ലെ? അതായത് √3x. ഇവിടെ നിന്ന് ഇവിടം വരെ രണ്ടാമത്തെ ഹൈറ്റ്. ആ ഹൈറ്റിന് √3x തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2√3x എന്ന് നമുക്ക് എഴുതാം അല്ലെ? 2√3x. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയായി. ഇനി ബാക്കി ഇത്രയും കൂടെ കൂട്ടിയാൽ മതിയല്ലോ, 2x. സോ പ്ലസ് 2x ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനകത്ത് എന്തൊക്കെ കോമൺ ഉണ്ട്? 2x രണ്ടിനും കോമൺ ആണ് അല്ലെ? 2x ഇവിടെയും ഉണ്ട്, 2x ഇവിടെയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 2x ഞാൻ ഔട്ട് സൈഡിൽ എടുത്തു. 2x ഇൻറ്റു ബാക്കി ഇവിടെ എന്തുണ്ട്? √3 മാത്രം അല്ലെ? √3 ദെൻ പ്ലസ് ഇവിടെ ഇനി എന്തുണ്ട്? 2x കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി ഇവിടെ 1 ഉണ്ട്. 1 ഇൻറ്റു 2x ആണ് 2x എന്ന് പറയുന്നത് അല്ലെ? ഒന്നുമില്ലാന്ന് എഴുതി വെച്ചേക്കരുത്. ഇവിടെ ബാലൻസ് 1 ഉണ്ട്. കാരണം 1 ഇൻറ്റു 2x ചെയ്യുമ്പോഴാണ് 2x കിട്ടത്തുള്ളൂ. അതായത് വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് നമുക്ക് എത്രയായിട്ട് കിട്ടി? 2x ഇൻറ്റു √3 പ്ലസ് 1 എന്ന് കിട്ടി. ഇനി അടുത്ത് നമുക്ക് ഈ ചെറിയ സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കണം അല്ലെ? അത് കണ്ടുപിടിക്കാൻ എഴുതാൽ മതി. വലിയ സ്ക്വയറിന്റെ ഈ ലെങ്ത് എത്രയാണ്? 2x ഇൻറ്റു √3 പ്ലസ് 1 അല്ലെ? ആ ലെങ്തിൽ നിന്ന്
ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്തും ഈ ലെങ്തും ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ ലെങ്തും കൂടെ സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതല്ലേ ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡ്. അങ്ങനെ ഞാൻ ചെറിയ സ്ക്വയറിന്റെ സൈഡ് കണ്ടുപിടിക്കാനായിട്ട് പോവുക. സൈഡ് ഓഫ് ഇന്നർ സ്ക്വയർ. ടോട്ടൽ ലെങ്ത് എത്രയാണ്? 2x ഇൻറ്റു √3 + 1 അല്ലേ. അതിന്റെ 2x കോമൺ ആയിട്ട് എടുക്കുന്നതിന് മുമ്പുള്ള ഈ വാല്യൂ ആണ് ഞാൻ എഴുതാനായിട്ട് പോകുന്നത് കേട്ടോ. അതായത് 2√3x + 2x 2√3x + 2x മൈനസ് അതിൽ നിന്ന് ഏത് കുറയ്ക്കണം? ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ലെങ്ത് അതായത് 2x അല്ലേ. 2x ഈ ലെങ്തോ 2x. അതായത് ടോട്ടൽ എത്ര കുറയ്ക്കണം? 4x കുറയ്ക്കണം അല്ലേ. 2x ഉം 2x ഉം അതായത് 4x കുറയ്ക്കണം. മൈനസ് 4x ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ൽ നിന്ന് 4x കുറച്ചിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? മൈനസ് 2x കിട്ടും അല്ലേ. അതായത് 2 ഇൻറ്റു √3x മൈനസ് 2x എന്ന് കിട്ടും. ഈ 2x ൽ നിന്ന് 4x ആണ് സബ്ട്രാക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് മൈനസ് 2x കിട്ടും. ഇനി ഇതിനകത്ത് നിന്ന് 2x ഔട്ട് സൈഡിൽ എടുക്കാമല്ലോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ഇൻറ്റു √3 മൈനസ് 1 എന്ന് കിട്ടും അല്ലേ. ഇവിടുന്ന് 2x നമ്മൾ ഔട്ട് സൈഡിൽ എടുത്തു, ബാലൻസ് ഇവിടെ 1 ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ചെറിയ സ്ക്വയറിന്റെ ഒരു സൈഡ് കിട്ടി. എത്രയാണ്? 2x ഇൻറ്റു √3 മൈനസ് 1. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അവയുടെ റേഷ്യോ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏതൊക്കെ തമ്മിലുള്ള? ഔട്ടർ സ്ക്വയറും ഇന്നർ സ്ക്വയറും തമ്മിലുള്ള റേഷ്യോ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റേഷ്യോ ഔട്ടർ സ്ക്വയർ ഇന്നർ സ്ക്വയർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ആദ്യം നമുക്ക് ഔട്ടർ സ്ക്വയറിന്റെ സൈഡാണ് എഴുതേണ്ടത്. അതായത് 2x ഇൻറ്റു √3 + 1 ഈസ് ടു ഇന്നർ സ്ക്വയറിന്റെ 2x ഇൻറ്റു √3 മൈനസ് 1. ഇനി ഇതിനകത്ത് രണ്ടിനകത്തും 2x കോമൺ അല്ലേ. അതുകൊണ്ട് രണ്ടിനകത്ത് നിന്ന് 2x ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റേഷ്യോ ആയിട്ട് എന്ത് കിട്ടും? √3 + 1 ഈസ് ടു √3 മൈനസ് 1. ഇതാണ് നമ്മുടെ റേഷ്യോ. വലിയ സ്ക്വയറിന്റെയും ചെറിയ സ്ക്വയറിന്റെയും സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് √3 + 1 ഈസ് ടു √3 മൈനസ് 1.